നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷപ്രകാരം ഒരു വ്യക്തിയുടെ ജനന സമയവും രാശിയും ഒക്കെ അവരുടെ ഭാവി ജീവിതത്തെ ഗൗരവമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഓരോ രാശിക്കാരുടെയും ജീവിതയാത്രയും അനുഭവങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. ചിലർ ആഡംബരത്തോടെ ജീവിക്കുമ്പോൾ ചിലർ അത്യന്തം സമൃദ്ധിയോടെയും ഐശ്വര്യത്തോടെയാണ് ജീവിക്കുന്നത്. എന്നാൽ ചിലർക്കാകട്ടെ ധനകാര്യ പ്രതിസന്ധികളോടെയാണ് ജീവിക്കുന്നത്. എന്നാൽ 12 രാശികളിൽ നിന്നുള്ള 4 സ്ത്രീ രാശികൾക്ക് ഭാഗ്യം എന്നും കൂട്ടായിരിക്കും. ഇവർക്ക് ജീവിതത്തിൽ എന്താ പറയാ സ്ഥിരമായ ഒരു സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന കൂട്ടത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് ആ 4 സ്ത്രീ രാശിക്കാരെ കുറിച്ച് പരിശോധിക്കാം. ഈ രാശിയിൽ ജനിച്ചവർ സ്വയം പരിശ്രമവും കഴിവും കൊണ്ട് എന്താ പറയാ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നേടിയവരാണ്. ഇവർക്കെല്ലായ്പ്പോഴും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും സാന്നിധ്യവും ഒക്കെ ലഭിക്കും. അതിനാൽ ഇവരുടെ ജീവിതം മുഴുവൻ സന്തോഷവും ഐശ്വര്യവും സമാധാനവും ഒക്കെ കൊണ്ട് നിറഞ്ഞതായിരിക്കും. ധനം, ധാന്യം, വസ്ത്രം തുടങ്ങി ജീവിതാവശ്യങ്ങളിൽ ഒന്നിലും ഇവർക്ക് ഒരു കുറവും ഉണ്ടാവില്ല. എല്ലായ്പ്പോഴും സമൃദ്ധിയും ഭാഗ്യവും ഒക്കെ നിറഞ്ഞ ജീവിതം നയിക്കുന്ന ഈ 4 രാശിക്കാർ ആരൊക്കെയെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇടവൻ രാശി, മിഥുനം രാശി, തുലാം രാശി, വൃശ്ചികം രാശി ഇവയാണ് ആ 4 ഭാഗ്യരാശികൾ. ആദ്യം നമുക്ക് ഇടവൻ രാശിയിലേക്ക് കടക്കാം. ഇടവൻ രാശിക്കാരായ സ്ത്രീകൾക്ക് ആഡംബരവും സമൃദ്ധിയുമായ ജീവിതം നയിക്കാനുള്ള പ്രത്യേക യോഗം തന്നെ കാണുന്നു. ജീവിതത്തിൽ എന്തും സ്വന്തമാക്കാനുള്ള ശക്തമായ ആഗ്രഹവും ഉറച്ച മനസ്സും തന്നെ ഇവർക്കുണ്ട്. സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പണം ചിലവഴിക്കാൻ ഇവർക്ക് ഒട്ടും തന്നെ മടിയില്ല. സമ്പത്ത് സമ്പാദിക്കാനും അത് നിലനിർത്താനും ഇവർക്ക് അഹോരാത്രം പരിശ്രമിക്കുന്നവരാണ്. ശുക്രന്റെ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നിലനിൽക്കുന്നതിനാൽ ഇവർക്ക് സാമ്പത്തിക പുരോഗതിയും അതുപോലെ തന്നെ ആഡംബര ജീവിതവും ഉറപ്പാണ്. അടുത്തത് മിഥുനം രാശി. ഈ രാശിയുള്ള സ്ത്രീകൾക്ക് വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ആഡംബര സൗകര്യങ്ങൾ തുടങ്ങിയവയോട് പ്രത്യേക ആകർഷണം തന്നെയുണ്ട്. ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാൻ അവർ പണം മുടക്കുന്നതിലും മടിക്കുന്നവരല്ല. ഇവർക്കൊപ്പം സഹജീവികൾ എപ്പോഴും പിന്തുണയോടെ നിൽക്കുന്നതാണ് ഇവരുടെ ഒരു വലിയ ഭാഗ്യം തന്നെ നമ്മൾ പറയുന്നത്. മിഥുന സ്ത്രീകള് ബുദ്ധിയുടെയും ചാതുര്യത്തിന്റെയും ഒരു പ്രതീകം തന്നെ എന്ന് വേണം പറയാം. ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവരെ നിരന്തരം പ്രചോദിപ്പിക്കുന്നുണ്ട്. ദീർഘവീക്ഷണവും സൂക്ഷ്മമായ നിരീക്ഷണ ശേഷിയും ഒക്കെ ഇവർക്കുണ്ട്. ഇത് ഇവരെ മികച്ച കലാസ്വാദകരായിട്ടും കഴിവുള്ള കലാകാരികളായിട്ടും ബിസിനസ് നൈപുണ്യമുള്ളവരായിട്ടും ഒക്കെ മാറ്റുന്നു. അടുത്തത് തുലാം രാശി. തുലാം രാശിക്കാർക്ക് സമ്പത്തും സൗഭാഗ്യവും കൊണ്ട് ജീവിതം സന്തോഷത്തോടെ നിൽക്കാനുള്ള ഒരു സൗഭാഗ്യം സർവേശ്വരൻ നൽകുന്നുണ്ട്. ഇവർക്ക് സ്വാഭാവികമായിട്ട് ആകർഷണ ശക്തിയും മനോഹരമായ വ്യക്തിത്വവും ഒക്കെ ഉണ്ടാവും. സ്വന്തം സന്തോഷം നിലനിർത്താനും ജീവിതത്തെ സമൃദ്ധിയോടെ നയിക്കാനും ഇവർ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. ആഡംബരവും എന്താ പറയാ സുന്ദരതയും നിറഞ്ഞ ജീവിതശൈലിയാണ് ഇവരുടെ പ്രത്യേകത. സമ്പത്ത് നിലനിർത്തുന്നതിൽ എന്താ പറയാ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിലും ഇവർക്ക് എപ്പോഴും മുന്നിലായിരിക്കും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇവരോടൊപ്പം എല്ലായ്പ്പോഴും നിലനിൽക്കുന്നതിനാല് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഐശ്വര്യവും സമാധാനവും കൊണ്ട് നിറയും. അവസാനമായിട്ട് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയിലുള്ള സ്ത്രീകൾ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നിറഞ്ഞ വ്യക്തികളായിരിക്കും. ഏത് ജോലിയും ഏറ്റെടുത്താൽ അത് നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനും ഒരു പ്രതിബദ്ധത ഇവർക്കുണ്ട്. അതിനാൽ തൊഴിൽ രംഗത്ത് ഇവരെ എല്ലായ്പ്പോഴും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കഠിനാധ്വാനത്തിനും അതേപോലെ തന്നെ ഉത്തരവാദിത്വത്തിനും ഇവർ ഒരിക്കലും മടി കാണിക്കാറില്ല. ഉറച്ച മനസ്സും വ്യക്തിത്വത്തിന്റെ ആകർഷണവും കൊണ്ട് ഇവർ മറ്റുള്ളവരുടെ സ്നേഹവും ആദരവും ഒക്കെ എളുപ്പം നേടും. ആഡംബരവും സ്വാതന്ത്ര്യവും നിറഞ്ഞ ജീവിതം നയിക്കുന്ന ഇവർ ആരെയും ആശ്രയിക്കാതെ സ്വന്തം കഴിവുകൊണ്ട് തന്നെ മുന്നേറുന്ന ഒരു പ്രകൃതക്കാരാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.